ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് റോണിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് ആണ്. ഞങ്ങൾ രണ്ടും ഷുഗർ കട്ടാണ്. ഞാൻ ഷുഗർ കട്ടാണ്. അമ്മ എന്താണ് റോണി കഴിക്കാൻ പോകുന്നത്? നമ്മൾ കഴിക്കാൻ പോകുന്നത് സൈലബാനിലെ ന്യൂട്ടല്ല പിസ്താഷിയോ ഒരു സാധനമാണ്. കുറച്ചും കൂടി മുട്ടിച്ച് അതോട് വെച്ചിട്ടായിരുന്നില്ലേ? സോ നമ്മൾ ടോക്കൺ നമ്പർ 110 ഹലോ ഗൈസ്, അപ്പം നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വീട് പേര്? എന്തായിരുന്നു? അല്ല, പിസ്താഷിയോ ന്യൂട്ടല്ല എന്തോ സാധനം. അത് പേര് അപ്പോഴും നോക്കാൻ ഞാൻ മറന്നുപോയി. എന്തോ ഉണ്ടായിരുന്നു, നോക്കാൻ പറ്റിയില്ല. ഞങ്ങളതിന് അങ്ങനെ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. നമ്മൾ തിന്നുന്നതിലാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. ഓൾറെഡി അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്തിട്ടിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇത് കഴിച്ചിട്ടുള്ളതാണ്. റോണിയാണ് കഴിക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് റോണി 2 സ്പൂൺ മതി എന്നാണ് എൻ്റെ അടുത്ത് ആകെ പറഞ്ഞത്. ബാക്കി ഫുള്ള് എനിക്കുള്ളതാണ് അല്ലേ? അല്ല, റോണിക്ക് അത് മൊത്തം വേണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ എപ്പോൾ ചോക്കോലേക്ക് പോയാലും ഫുൾ ആ ചോക്ലേറ്റ് പിരമിഡ് ഫുള്ള് റോണി കഴിക്കും. എനിക്ക് തരാണ്ട് എനിക്ക് എന്ത് കുറച്ച് തരും. എന്നിട്ട് ഞാൻ കുറെ കെഞ്ചിട്ട് അവസാനം എനിക്ക് ഒരെണ്ണം തരും. തന്നെ എന്റെ ഫാൻസ് ഇത് അറിഞ്ഞാണ്ടല്ലോ ഗൈസ്. അങ്ങനെ എനിക്ക് 2 സ്പൂണേ കടിക്കാൻ പറ്റുള്ളൂ. ബാക്കി റോണിയാണ് തീർത്തത്. എനിക്ക് തരുന്നതേ ഇല്ല. ഫുൾ റോണിയാണ് കഴിച്ചത്. അല്ല, നോക്ക് എന്താ കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഫുൾ കഴിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് തരുതോണി താറോണി നീ തിന്നണ്ടടിയെന്ന്. അങ്ങനെ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇത്രയും നാളും ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പണ്ടൊക്കെ റോണി എല്ലാം ഇങ്ങനെ കഴിച്ചോ എന്ന് പറയും. ഇപ്പൊ നീ കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ റോണി ഫുള്ള് കഴിച്ചു തീർത്തേക്കാണ്. എനിക്കൊന്നും തരാതെ. എന്നാ കവറിലാക്ക് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷീണം ഉണ്ടാവും, കാരണം മൊത്തം കഴിച്ചു തീർത്താണ്. ക്ഷീണം ഉണക്കി ചോക്ലേറ്റ് കഴിച്ചു.